ഏറ്റവും പുതിയ കളക്ഷനുമായി മിസ്ബ ഫാൻസി ആൻഡ് ഗോൾഡ് കവറിംഗ് ബസ് സ്റ്റാൻഡിന് പിൻവശം ഓട്ടുപാറ വടക്കാഞ്ചേരി. ഫോൺ 8075677339 8590630709. 45-ാം വർഷവും പതിവ് തെറ്റാതെ കണ്ണനെ കാണുവാൻ പദയാത്രയായി പാലക്കാട് എലപ്പുള്ളിയിൽ നിന്നുള്ള 40-അംഗ സംഘം. അഷ്ടമി രോഹിണി നാളിൽ കണ്ണനെ കണ്ടു തൊഴുവാൻ പാലക്കാട് എലപ്പുള്ളിയിൽ നിന്നുള്ള ഭക്തസംഘം പദയാത്രയായി എത്തും. ശനിയാഴ്ച വൈകിട്ട് 6-ന് എലപ്പുള്ളി പാറ മാരിയമ്മൻ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെട്ടവർ 115 കിലോമീറ്ററോളം ദൂരം കാൽനടയായാണ് ഗുരുവായൂരിലെത്തുന്നത്. വയോധികർ, വീട്ടമ്മമാർ, കുട്ടികൾ എന്നിവരടങ്ങുന്നതാണ് സംഘം. 10 വയസ്സുള്ള സിദ്ധാർത്ഥ മുതൽ 75 വയസ്സുള്ള ലക്ഷ്മി അമ്മ വരെയുള്ളവർ സംഘത്തിലുണ്ട്. എലപ്പുള്ളിപ്പാറ, പള്ളത്തേരി മേഖലകളിലെ 40ഓളം പേരാണ് സംഘത്തിലുള്ളത്. ആർ കണ്ണൻ, എ പ്രദീപ്, കെ ഗണേശൻ, ശാന്ത രാജൻ, എം സുമതി എന്നിവരുടെ നേതൃത്വത്തിലാണ് തീർത്ഥാടന പദയാത്ര നടത്തുന്നത്. 45-ാം വർഷമാണ് എലപ്പുള്ളി സംഘം പദയാത്രയായി എത്തുന്നത്. തേനൂർ കാളികാവ് ക്ഷേത്രം, പഴയന്നൂർ ക്ഷേത്രം, തിരുവല്ലോമല പറക്കോട്ടുകാവ് ക്ഷേത്രം, അകമല ശാസ്താ ക്ഷേത്രം, ഉത്രാളിക്കാവ് ഭഗവതി ക്ഷേത്രം, ശ്രീകൃഷ്ണപുര ക്ഷേത്രം, നെല്ലുവായി ധന്വന്തരി ക്ഷേത്രം എന്നിവിടങ്ങളിൽ ദർശനത്തിന് ശേഷം ഗുരുവായൂരിലെത്തി അഷ്ടമരോഹിണി നാളിൽ ഉണ്ണിക്കണ്ണനെ കണ്ട് തൊഴുത് പിറന്നാൾ ആഘോഷങ്ങളിൽ പങ്കെടുത്ത് ഇവർ വീടുകളിലേക്ക് മടങ്ങും. ഇത്തവണ 45-ാമത്തെ വർഷമാണ് വരുന്നത്. ഞങ്ങൾ ഫസ്റ്റായിട്ട് ഈ തേനൂർ കാളികാവ് അമ്പലത്തിലും കഴിഞ്ഞ പഴയന്നൂർ അമ്പലത്തിലും പിന്നെ തിരുവല്ലാമല പറക്കോട്ടുകാവ്, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് നെല്ലുവായി അമ്പലത്തിലും അകമലയിൽ ഇന്നലെ തങ്ങി ഉത്രാളിക്കാവിലും തവണ കയറി. അത് കഴിഞ്ഞിട്ടാണ് നെല്ലുവായിൽ ദർശനം നടത്തിയതിന് ശേഷമാണ് ഗുരുവായൂർ അഷ്ടമി രോഹിണി ഉത്സവത്തിൽ പങ്കെടുക്കാനായിട്ട് ഇന്ന് വൈകുന്നേരത്ത് അവിടെ ചെല്ലുന്നതായിരിക്കും. ഉത്സവം കഴിഞ്ഞതിന് ശേഷം ചൊവ്വാഴ്ച രാവിലെ ഞങ്ങൾ തിരിച്ചു പോകുന്നതായിരിക്കും. 45 വർഷമായി തുടങ്ങിയിട്ട്. പരേതനായ രാജപ്പൻ സ്വാമിയും വേലായുധ സ്വാമിയാണ് ഇത് പണ്ട് മുതൽ തുടങ്ങി വെച്ചത്. ന്യൂസ് ഡെസ്ക് VCV.